അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനഭാഗം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഈ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ഇവിടെ ഒരു വളർച്ചയെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടേക്കാണ് വളരേണ്ടത്? എന്തുകൊണ്ട് വളരണം? എവിടേക്ക് വളരണം? നമുക്ക് 2 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചിന്തിക്കാൻ ഇടയാകാം. ഒന്ന്, ആത്മീയ ഗ്രഹമായി വളരണം. 2, ആത്മീയ യാഗം കഴിക്കുന്ന പുരോഹിത വർഗമായി വളരണം. 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് ഐക്യതയിലേക്കുള്ള വളർച്ചയാണെങ്കിൽ, രണ്ടാമത്തേത് മധ്യസ്ഥതയിലേക്കുള്ള വളർച്ചയാണ്. സഭ ഒരു വൃക്ഷമായി ചിന്തിച്ചാൽ അത് വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ആശയം നമുക്കതിലൂടെ തിരിച്ചറിയാൻ കഴിയും. അതിന് നല്ലൊരു അടിസ്ഥാനമുണ്ടാകും. അതിൻ്റെ വേര് മണ്ണ് ആഴത്തിലേക്ക് മണ്ണിൽ ഇറങ്ങി ജലാംശം വലിച്ചെടുത്ത് അത് നല്ല ഉറപ്പോടുകൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വളർന്നാൽ അതിൽ ഫലം കായ്ക്കും. അത് മറ്റുള്ളവർക്ക് തണലാകും, മറ്റുള്ളവർക്ക് ആശ്വാസമേകും. അടുത്തത്, ഒരു കെട്ടിടം എന്ന നിലയിൽ കണ്ടാലോ അതും പണിയപ്പെടുന്നതാണ്. അത് കല്ലിന്മേൽ കല്ല് ചേർത്ത് പണിയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം കല്ല് അടിസ്ഥാനത്തിൽ പണിയും. 2 കല്ലിന്റെ മേളിൽ ഒരു കല്ല് എന്ന പോലെയാണ് പണിയപ്പെടുന്നത്. കല്ല് കല്ലാൽ ഉറപ്പിച്ച പണിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു കെട്ടിടം കല്ലുകൊണ്ട് പണിത് കഴിഞ്ഞാൽ പിന്നെ ആ കല്ലുകളൊന്നും കാണിയല്ല. പിന്നെ നമ്മൾ ആ കെട്ടിടമാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ 2 കല്ലിൻ്റെ മേൽ ഒരു കല്ല് വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലെ 2 കല്ലുകളാണ് ഒരു കല്ലിനെ താങ്ങി നിർത്തുന്നത്. അത് കുറച്ച് ദിവസം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ എന്നെ മറ്റുള്ളവരിങ്ങനെ താങ്ങി നിർത്തുമെന്ന് ആ മോളിലിരിക്കുന്ന കല്ലിന് തോന്നിയേക്കാം. അന്നേരമാണ് അതിൻ്റെ അടുക്കൽ ഒരു കല്ല് കൊണ്ടേ വെച്ചു, അതിൻ്റെ മേളിൽ വേറൊരു കല്ലും വയ്ക്കും. നമ്മളെ കുറെ പേർ താങ്ങും, നമുക്ക് വേണ്ടി കുറെ പേർ പ്രാർത്ഥിക്കും, നമ്മളെ കുറെ പേർ സഹായിക്കും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയും താങ്ങാനും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ മുകളിൽ അവർ വരും. ഇങ്ങനെയാ സഭയുടെ വളർച്ച. ഇങ്ങനെയാ നമ്മൾ ആത്മാവിൽ വളരേണ്ടത്. നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിട്ടാണ് വളരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബൈബിൾ വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീയ യാഗം കഴിക്കണം. എനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ആത്മീയതയിലുള്ള വഴികളെ ദൈവം തുറന്നു തരുന്നതും ദൈവത്തോട് കൂടെ ഞാൻ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ച് ജീവിക്കുന്നതും കാണാൻ കഴിയും. വൃക്ഷം വളരുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ വളർച്ച അതിമനോഹരമായി വളർന്നു. എന്നാൽ കെട്ടിടം, നമ്മളാണ് ആ കെട്ടിടം എന്ന് ചിന്തിക്കുമ്പോൾ അത് സഭയാണ്. സഭയ്ക്ക് സ്വന്തം ഇഷ്ടത്തിനല്ല പോകുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് സഭ പോകേണ്ടത്.
ദൈവമക്കൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനാ പോകേണ്ടത്, ദൈവവചനപ്രകാരമാ പോകേണ്ടത്. നല്ലൊരു പ്രഭാതം നമുക്ക് തരുമ്പോൾ, നല്ലൊരു ദിവസം നമുക്ക് തരുമ്പോൾ, നല്ലൊരു മണിക്കൂർ നമുക്കായി ദൈവം ഒരുക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് തുറക്കാം. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. ഇത് നമ്മളെ ചലിപ്പിക്കും, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ ചലിപ്പിക്കും. മക്കൾ വഴിവിട്ടു പോകാതിരിക്കേണ്ടതിന് അവരുടെ അകത്ത് ഈ വചനം വെളിപ്പെടണം. കുടുംബത്തിൽ കർത്താവിന്റെ സ്നേഹം മാറിപ്പോകാതിരിക്കാൻ ഈ വചനത്തിൽ പണിയപ്പെടണം. അപ്പനും അമ്മയും മക്കളുമാകുന്ന ഭവനം ഇങ്ങനെ പണിയപ്പെടുന്ന ഒരു സഭ, കൂട്ടായ്മ, ജീവിതം, ഇത് ഭയങ്കര സന്തോഷവും ആനന്ദവും തരുന്നതാണ്. നിത്യജീവനിലേക്കുള്ള വളർച്ചയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല പ്രഭാതം തന്നു ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇന്നത്തെ എല്ലാ നിമിഷങ്ങളിലും, ഞങ്ങളുടെ ചിന്തകളിലും, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ടു വരത്തക്ക വിധം ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.